മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും മുൻകൂട്ടി അറിയുന്നതിൽ നിർണായക നേട്ടം. രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾക്കും ദേശീയതല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും അമൃത വിശ്വവിദ്യാപീഠം വികസിപ്പിച്ച വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. അമൃത വിശ്വവിദ്യാപീഠം വികസിപ്പിച്ച വയർലെസ് സെൻസർ നെറ്റ്വർക്ക് സാങ്കേതികത ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങൾക്കും ദേശീയതല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കും. മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ പുതിയ സംവിധാനം ഉപയോഗപ്രദമെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇന്ത്യയൊട്ടാകെ നിർണായക മേഖലകളിൽ ഈ സാങ്കേതിക പ്രയോജനപ്പെടുത്താനുള്ള നീക്കം. 10ഓളം വിദേശ രാജ്യങ്ങളുമായി സഹകരിച്ചു നടത്തിയ ഗവേഷണത്തെ തുടർന്നാണ് പുതിയ സംവിധാനം യാഥാർത്ഥ്യമായത്. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടെയായിരുന്നു ഗവേഷണം. ആദ്യമായാണ് വയർലെസ് സെൻസർ നെറ്റ്വർക്ക് സാങ്കേതികത വഴി മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും മുൻകൂട്ടി അറിയാനായത്. മൂന്നാറിലായിരുന്നു പരീക്ഷണ വിജയം. ദുരന്ത സാഹചര്യം മുൻകൂട്ടി അറിയുന്നത് വഴി ഒട്ടേറെ ജീവനുകളാണ് രക്ഷിക്കാൻ കഴിയുക. രാജ്യസുരക്ഷയിലും ഇതേ പ്രാധാന്യമാണ് പുതിയ സംവിധാനത്തിനുള്ളത്. ഈ സാധ്യത പ്രതിരോധ സംവിധാനത്തെ ശക്തമാക്കാൻ ഉപയോഗിക്കുമെന്നാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മേധാവി വ്യക്തമാക്കിയത്. Blessings from Amma, this sensor network work that has been carried out by Amrita Institute is a cutting-edge technology having wide applications in defense, and air defense applications, and all the sensors can be networked for protecting our country. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനാകുന്ന സംവിധാനം രക്ഷാപ്രവർത്തനത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് ദേശീയ ദുരന്ത നിവാരണ ജാഗ്രതാ സമിതി അംഗം പ്രൊഫസർ വിനോദ് ചന്ദ്ര മേനോൻ പറഞ്ഞു. പുതിയ സംവിധാനം ഔദ്യോഗികമായി പൊതുരംഗത്ത് ഏർപ്പെടുത്തുന്നതിനായി കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. പല രീതിയിലുള്ള ദുരന്തങ്ങൾക്കും ഇങ്ങനെയുള്ള വയർലെസ് സെൻസേഴ്സ് കൊണ്ട് നമുക്ക് വളരെയധികം ശാസ്ത്രീയ സാങ്കേതികമായിട്ടുള്ള പല കണ്ടെത്തലുകൾക്കും വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളപ്പൊക്കം, കനത്ത മഞ്ഞ് വീഴ്ച, കാട്ടുതീ, വാതകച്ചോർച്ച തുടങ്ങിയ ഘട്ടങ്ങളിലും പ്രയോജനപ്പെടുന്ന സംവിധാനം വ്യാപകമായി ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കമാണ് പുരോഗമിക്കുന്നത്. ഡോക്ടർ മനീഷ രമേശ് നേതൃത്വം നൽകിയ ഗവേഷണമാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിലുള്ളത്. ഹേമന്ത് കുമാർ, അമൃത ന്യൂസ്, കൊല്ലം. ഇന്ത്യയൊട്ടാകെ വിവിധ ആവശ്യങ്ങൾക്കായി പുതിയ സംവിധാനം ഉപയോഗിക്കുമെന്ന് അമൃത വിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കട്ടങ്കൻ പറഞ്ഞു. A lot of potential to save lives. Last month we were able to give warnings when there were heavy rains in the Idukki region of Kerala. So this system has immense potential, and in today's workshop there's a lot of discussion among the defense, the space, the Department of Science and Technology and many other agencies on how this system can be deployed in many other parts of India and for many other applications such as avalanches, gas leaks and many other disaster situations. പുതിയ സാങ്കേതിക വിദ്യ സാധാരണക്കാർക്കും മനുഷ്യജീവൻ സംരക്ഷിക്കാനും ഏറെ പ്രയോജനകരമാണെന്ന് നാച്ചുറൽ റിസോഴ്സ് ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റംസ് മേധാവി ആർ ശിവകുമാർ പറഞ്ഞു. They have got a lot of community relevance. This kind of activity to make people aware or let it be known to them in advance, what we call is early warning system, that can be generated through this. CBSE ദക്ഷിണമേഖലാ നീന്തൽ മത്സരങ്ങൾക്ക് തുടക്കമായി. എട്ടിമട അമൃത കൽപ്പിത സർവകലാശാല ക്യാമ്പസിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആദ്യ ദിനം 46 മത്സര ഇനങ്ങൾ പൂർത്തിയാകുമ്പോൾ 52 പോയിന്റുകളുമായി എറണാകുളം രാജഗിരി പബ്ലിക് സ്കൂളാണ് മുന്നിട്ട് നിൽക്കുന്നത്. അമൃത കൽപ്പിത സർവകലാശാല പ്രോ ചാൻസലർ ബ്രഹ്മചാരി അഭയാമൃത ചൈതന്യയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കപ്പെട്ടതോടെയാണ് CBSE ദക്ഷിണമേഖലാ നീന്തൽ മത്സരങ്ങൾക്ക് തുടക്കമായത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അമൃത വിദ്യാലയ ചെന്നൈ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ ഭാഗമാകുന്നത്. ഇവിടങ്ങളിലെ CBSE വിദ്യാലയങ്ങളിൽ നിന്നുള്ള 465 വിദ്യാർത്ഥികളാണ് 3 ദിവസത്തെ മേളയിൽ മത്സരിക്കുന്നത്. അണ്ടർ 12, അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 19 എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. 46 ഇനങ്ങളിലാണ് ആദ്യ ദിനം മത്സരങ്ങൾ പൂർത്തിയായത്. 5 ദേശീയ റെക്കോർഡുകൾക്ക് ആദ്യ ദിവസം കൽപ്പിത സർവകലാശാലയിലെ നീന്തൽക്കുളം സാക്ഷ്യം വഹിച്ചു. പെൺകുട്ടികളുടെ 200 മീറ്റർ ഇൻഡിവിജ്വൽ മെഡലയിൽ അണ്ടർ 16 വിഭാഗത്തിൽ ചെന്നൈ അമൃത വിദ്യാലയം വിദ്യാർത്ഥിനി ദർശിനി എസും, അണ്ടർ 12 വിഭാഗത്തിൽ ചെന്നൈ ചെട്ടിനാട് വിദ്യാശ്രമത്തിലെ ബി ജയവീണയും തുടങ്ങിവെച്ച പുതിയ ദേശീയ റെക്കോർഡുകളാണ് ദിവസാന്ത്യത്തിൽ 5ആയി ഉയർന്നത്. ആദ്യ ദിനം പൂർത്തിയാകുമ്പോൾ എറണാകുളം രാജഗിരി പബ്ലിക് സ്കൂളാണ് 52 പോയിന്റുകളുമായി ചാമ്പ്യൻ പട്ടത്തിലേക്കുള്ള യാത്രയിൽ മുന്നിലുള്ളത്. എട്ടിമടയിൽ നിന്നും ക്യാമറാമാൻ എ അനുരാഗിനൊപ്പം CK രാജീവൻ, അമൃത ന്യൂസ്.